നമസ്കാരം എല്ലാവർക്കും. ഇവിടെ നവരാത്രി കൊലുവിന് സ്വാഗതം. ഇവിടെ കാലിഫോർണിയയിലെ സാന്റിയാഗോയിലെ എന്നിടത്തിൽ എൻ്റെ പേര് പത്മ കൃഷ്ണൻ. ഞങ്ങളുടെ വീട്ടിലേക്ക് നവരാത്രി കൊലുവിന് എല്ലാവർക്കും സ്വാഗതം. അകത്തേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് രംഗോളി കോലം കാണും, മാവ് കൊണ്ട് ഇടും. ഷീപ്പ് ഇട്ടിട്ടില്ല, ഇന്നില്ല. രംഗോളി കോലമാണ് നിങ്ങൾ കാണുന്നത്. വരൂ, അകത്തേക്ക് വരൂ. സ്വാഗതം. നവരാത്രി ഒരു അലങ്കാരമൊക്കെ ചെയ്യും. എല്ലാവർക്കും വരാൻ, എല്ലാം കാണാൻ. ഗോലുവുള്ള സ്വാഗതം സ്വീകരിക്കാൻ ഒരു മഞ്ഞൾ കുങ്കുമം എല്ലാം കൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു. അകത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ. അകത്ത് വരൂ, കാണാം. വരൂ, ഒളികളുടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പടിയാണ് വെക്കുന്നത്. 3, 5, 7, 9 അങ്ങനെ ഒറ്റ നമ്പറിലാണ് പടി വെക്കുന്നത്. പടി വെച്ചിട്ട് അതിൽ ദൈവങ്ങളുടെ ഐഡൽസ്, ബൊമ്മകൾ വയ്ക്കും. ചിലതൊക്കെ മസ്റ്റാണ്, ചില ബൊമ്മകളൊക്കെ. ആ ബൊമ്മകളൊക്കെ അതിന് മുമ്പ് നോക്കാൻ ഈ ഡെക്കറേഷനൊക്കെ ആളുകളുടെ ഇഷ്ടമനുസരിച്ച് ഈ ലൈറ്റൊക്കെ ഇടും. എല്ലാം ആളുകളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇടാം. എന്ത് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ചിലർ വീട്ടിലൊക്കെ തീം ഉണ്ടാകും. ഓരോ തീം, രാമായണ തീം, മഹാഭാരത തീം, അല്ലെങ്കിൽ ഭാഗവത തീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല തീമുകൾ കാണും. ഇവിടെ പ്രത്യേകിച്ച് തീംസ് ഒന്നുമില്ല, ചുമ്മാ നവരാത്രി വെച്ചിരിക്കുകയാണ്. പക്ഷെ നവരാത്രിയിലെ ഒരു മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഈ കലശമാണ്. കലശം ഏത് നവരാത്രി ഗൊലുവിന് പോയാലും കലശം കാണും. കലശത്തിലെ വെള്ളം, തുളസി, പിന്നെ അതുമാതിരി കോയിൻസ് ഇടും. പിന്നെ അതിന് മുകളിൽ മാവില വെച്ച് അതിൻ്റെ നടുവിൽ ഒരു തേങ്ങ വെച്ച് പിന്നെ ദേവിയെ ഈ കലശത്തിലേക്ക് ആവാഹിക്കും. അപ്പോൾ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ നവരാത്രി ഈ കലശം വെച്ചാൽ ആ കലശത്തിനകത്ത് നമ്മളെ ദേവിയെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഈ 9 ദിവസവും നമ്മുടെ കൂടെയായിരിക്കും ദേവി, നമ്മുടെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് ഈ കലശം വെച്ച് പൂജ ചെയ്യണം. രാവിലെയും വൈകിട്ടും പൂജ ചെയ്യണം. എന്നും പൂജ ചെയ്ത് ദീപാരാധനയൊക്കെ കാണിച്ച് നൈവേദ്യമൊക്കെ വെച്ച്, പ്രത്യേകം നൈവേദ്യം ഒക്കെ വയ്ക്കും. ഒരു മധുരമായിട്ടുള്ള ഒരു നൈവേദ്യം, പിന്നെ ഉപ്പുരസമുള്ള ഒരു നൈവേദ്യം. ഭഗവതിക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും പരിപ്പ് വർഗ്ഗങ്ങളാണ് വളരെ ഇഷ്ടം. അപ്പൊ പരിപ്പ് കൊണ്ട്, എല്ലാ പരിപ്പുകളും കൊണ്ട്, കടലപ്പരിപ്പ്, ചെറുപരിപ്പ്, പയറ്, എല്ലാം കൊണ്ടും നൈവേദ്യം കാണും. പിന്നെ ഒരു പായസം അല്ലെങ്കിൽ ഏതെങ്കിലും മധുരമായിട്ട് ദേവിക്ക് നമ്മൾ അർപ്പിക്കും. പിന്നെ പടികൾ വേറെ ഒന്ന് മസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ദേവിയാണ് ഈ നവരാത്രി ദിനങ്ങളിൽ, ഈ 9 ദിവസങ്ങളിൽ ആരാധിക്കുന്നത്. ദുർഗ കാണാം. ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി, 3 ദേവിമാരാണ് ഈ 9 ദിവസം നമ്മൾ പൂജിക്കുന്നത്. ദേവി പല രൂപത്തിൽ. ആദ്യത്തെ 3 ദിവസം ദുർഗയെ പ്രാർത്ഥിക്കും. ദുർഗയാണെന്നാണ് കണക്ക്. ദേവി ദുർഗയായിട്ടിരിക്കും. അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായിട്ട്, പിന്നെ അടുത്ത 3 ദിവസം സരസ്വതിയായിട്ട്. അങ്ങനെ 3 ദേവിമാര് 3 ഇതായിട്ട്, എല്ലാം ഒരു ശക്തിയാണ്. പരാശക്തി, രാജരാജേശ്വരി. പിന്നെ പറയുന്നത് കേട്ട് കാണും, ലളിതാംബിക ദേവിയാണ് ഈ സമയത്ത് അവതാരമെടുത്ത് അസുരന്മാരെ എല്ലാം വിഗ്രഹിച്ച് ആളുകളെയൊക്കെ രക്ഷിക്കുന്നത്. ഈ ഇതിന്റെ പുറകിലുള്ള കഥ എന്തെന്ന് വെച്ചാൽ, അസുരന്മാര് പല തപസ്സുകളും ചെയ്ത് ശിവനെയും ബ്രഹ്മാവിനെയും ഒക്കെ തപസ് ചെയ്ത് ഒരുപാട് വരങ്ങള് സമ്പാദിച്ചു കാണും. അവരെ ആരെ കൊണ്ടും അവരെ നിഗ്രഹിക്കാൻ പറ്റില്ല. അതിന് വേണ്ട എല്ലാ വരങ്ങളും അവർ നേടും. പക്ഷേ ഏത് വരം, പ്രാർത്ഥന, എന്ത് തപസ്സിരുന്ന് പ്രാർത്ഥിച്ചാലും അവരെവിടെയെങ്കിലും എന്തെങ്കിലും വിട്ട് കാണും, ഏതെങ്കിലും പറയാൻ വിട്ട് കാണും. അത് കണ്ടുപിടിക്കുന്നത് ത്രിമൂർത്തികളിലുള്ള മഹാവിഷ്ണുവാണ് ഇത് എപ്പോഴും കണ്ടുപിടിക്കുന്നത്. ഈ നവരാത്രിക്ക് പിറകിലുള്ള സ്റ്റോറിയിലും അതേ തന്നെ. ദേവന്മാരൊക്കെ അസുരന്മാരുടെ
ആ, ദുഷ്ടത്തനം സഹിക്കാൻ വയ്യാണ്ട് അവര് ത്രിമൂർത്തികളുടെ അടുത്ത് പോയി ആ, പറയും, സങ്കടം പറയും. ആദ്യം ശിവന്റെ അടുത്ത് പോകും. ശിവൻ പറയും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഇത് എനിക്ക് ഇവരെ ആരെയും നിഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ അടുത്ത് പോകും. ബ്രഹ്മാവിന്റെ ഉത്തരവും അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോകും. അപ്പൊ മഹാവിഷ്ണു പറയും, ആലോചിക്കാം നമുക്ക്, ഇവര് ഒരുപാട് വരങ്ങൾ നേടിയിട്ടുണ്ട് ഈ അസുരന്മാരൊക്കെ. മഹിഷാസുരൻ, ബണ്ടാസുരൻ, ശുംഭൻ, നിശുംഭൻ, അതുമാതിരി രക്തബീജൻ, ഒരു സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇങ്ങനെ പല പല എല്ലാ അസുരന്മാരും ഉണ്ട്. അപ്പൊ ആ അസുരന്മാരൊക്കെ പല പല വരങ്ങളും നേടി മഹാശക്തന്മാരായിട്ട് ഇരിക്കുകയാണ്. ആരെ കൊണ്ടും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മഹാവിഷ്ണു പറയും, അവരെ ആരും ഇതുവരെ ചോദിക്കാണ്ടെന്ന് വെച്ചാല് ഒരു സ്ത്രീ മൂലം അവർക്ക് മരണം ഉണ്ടാകാൻ പാടില്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു സ്ത്രീ മൂലമാണ് ഇവരുടെ വിഗ്രഹങ്ങള്. അപ്പോ അതിന് നമുക്ക് ദേവി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ത്രിമൂർത്തികള് അവരുടെ ശക്തികളെല്ലാം ഉൾപ്പെടുത്തി, എല്ലാ ദേവന്മാരുടെയും ശക്തികളെല്ലാം ഉപയോഗിച്ച് മഹാദേവിയെ, ലളിതാംബിയെ സൃഷ്ടിക്കും. ലളിതാംബിക അവതാരമെടുക്കും. ലളിതാംബിക അവതാരമെടുത്ത് ദേവിയുടെ തന്നെ ഒരു സൈന്യം, ദേവിയുടെ അംശങ്ങളായിട്ട് പല പല ദേവികൾ. അപ്പൊ അസുരന്മാർക്കൊക്കെ ഭയങ്കര സേന കാണും, ആന കാണും, കുതിര, അത് ഇതൊക്കെ കാണും. പക്ഷെ അതിന് പകരം ദേവിയുടെ സൈന്യത്തിലെ എല്ലാം ദേവിമാരാണ്. ദേവി തന്നെ സൃഷ്ടിച്ച് ദേവിയുടെ അംശമായ പല ദേവികളാണ് ദേവിയുടെ സേന. അങ്ങനെ പല ദേവിമാരും വന്ന് ഈ അസുരന്മാര് അവരെന്ത് പണിയെടുത്ത, മായ കൊണ്ട് എന്ത് കാണിച്ചാലും അതൊക്കെ അടക്കി അവരെല്ലാരെയും നിഗ്രഹിക്കും. മഹിഷാസുരനെ വഹിച്ചിട്ട് ദേവിക്ക് മഹിഷാസുരമർദ്ദിനി എന്ന് പേര് വരും, ഇല്ലേ? പിന്നെ അതുമാതിരി ചണ്ടൻ, മുണ്ടൻ, ആ അസുരന്മാരെ കൊന്നിട്ട് ചാമുണ്ഡി എന്ന ഒരു ദേവിയാണ് നിഗ്രഹിക്കുന്നത്. പിന്നെ ശുംഭൻ, നിശുംഭൻ, അവരെയും ദേവിയാണ്. പിന്നെ ബണ്ടാസുരൻ, അവരെയും ദേവിയാണ്, ലളിതാംബികയാണ്. പിന്നെ ലളിതാംബികയുടെ ഭർത്താവ് ആരാണ്? ശിവൻ, പരമശിവനാണ്. പരമശിവൻ ഒരു സുന്ദര രൂപത്തിൽ വന്ന് ലളിതാംബിയെ കല്യാണം കഴിക്കും. അപ്പോൾ ഈ ഇതിന്റെ പുറകില് നവരാത്രി സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളെ ദേവിയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നവരാത്രി സമയത്തില് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രാധാന്യം. അവരാണ് ഈ നവരാത്രി കൊലുവിനൊക്കെ പതിവായിട്ട് വരുന്നത്. എല്ലാവരുടെ വീട്ടിൽ പോയി പാട്ടൊക്കെ പാടും. പിന്നെ ഡാൻസ് അറിയാവുന്ന ഏത് കല അറിയോ അത് പ്രദർശിപ്പിക്കും. അതാണ് പെൺകുട്ടികളുടെ പ്രാധാന്യം ഈ സമയത്ത്, നവരാത്രി സമയത്തില്. അതുകൊണ്ട് ആണുങ്ങളും ആൺകുട്ടികളൊന്നും ഈ നവരാത്രിക്ക് വന്നുകൂടാന്നില്ല. അവരും വരാം. പക്ഷെ ഇത് ദേവി സംബന്ധിച്ചത് കൊണ്ട് നമ്മുടെ വീട്ടിലെ നവരാത്രി കൊലുവിന് വരുന്നവരെല്ലാം ആണെന്ന് സങ്കല്പിച്ചാണ് ആ വീട്ടിലുള്ള അവരെ ഗൃഹസ്ഥ അവരെ സ്വീകരിക്കുന്നത്, അവരെ ആദരിക്കുന്നത്. അപ്പൊ ഞാൻ അത് പറഞ്ഞു. പിന്നെ നോക്കിയാല് പടികളിൽ നോക്കിയാല് വേറെ വിഗ്രഹങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഗ്രഹങ്ങള് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ കാണും, ദശാവതാരം കാണും. ഇത് കാണാം, മത്സ്യകൂർമ്മ, വരാഹ, 10 അവതാരങ്ങളും കാണും. ആ ബൊമ്മകളും ഈ നവരാത്രി ഗുരുവിന് വെക്കും, ഡെഫിനറ്റ് ആയിട്ട് കാണും എല്ലാ വീടുകളിലും. പിന്നെ വേറെ ലക്ഷ്മി 8 പേരായിട്ട് അതും കാണും. പിന്നെ ബാക്കി വിഗ്രഹങ്ങളൊക്കെ കാണും. ശിവൻ, പാർവതി, അതുമാതിരി രാധാകൃഷ്ണൻ, പിന്നെ രാമർ, സീത, ലക്ഷ്മണൻ, ആഞ്ജനേയർ. പിന്നെ എന്താ, ഈ പടിയിൽ നോക്കിയാല് ലക്ഷ്മി നാരായണനുണ്ട്, മുകളില് ഗണപതിയുണ്ട്, ശിവലിംഗമുണ്ട്, അന്നപൂർണേശ്വരിയുണ്ട്, പിന്നെ സത്യനാരായണ ഭഗവാനുണ്ട്, ദുർഗയുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഗണപതിയാൻ എല്ലായിടത്തും ഉണ്ട്. ഗണപതിയാൻ എല്ലാ പടികളിലും കാണും. പിന്നെ താഴോട്ട് വന്ന് നോക്കിയാല് ഈ മരങ്ങൾ കൊണ്ടുള്ള ഈ ബൊമ്മ, ഇത് മരപ്പാച്ചി എന്ന് പറയും.
ഇത് ട്രഡീഷണൽ ആയിട്ട് എല്ലാ നവരാത്രി കൊലുവിനും വെക്കുന്നതാണ് ഈ ഈ ബൊമ്മകൾ മരം കൊണ്ട് ഉള്ളത്. അത് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ഈ ബൊമ്മ ബൊമ്മ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ വേറെ ഒരു ഭർത്താവിന്റെ ഗ്രഹത്തിൽ പോകുമ്പോൾ ഇത് ഒരു ഈ മരപ്പാച്ചി ബൊമ്മകള് കൊടുക്കും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഈ ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുമാതിരി ഇതിലുള്ള ബൊമ്മകളൊക്കെ ചിലതൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഒരു ജനറേഷന് ഇന്നൊരു ജനറേഷനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ വീട്ടിലുള്ള ദിവസം അവര് കുറെ ബൊമ്മകളൊക്കെ കളക്ട് ചെയ്ത് കാണും. പിന്നെ അവരുടെ മക്കൾക്ക് കല്യാണം ആകുമ്പോൾ ആ ബൊമ്മകൾ തന്നെ ആ വീട്ടിൽ പിന്നെയും വരും. മകന്റെ ഭാര്യ, അങ്ങനെ അത് ട്രഡീഷണൽ ആയിട്ട് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അത് കണ്ടിന്യൂ ചെയ്യും. അതൊക്കെ ഉണ്ടാകും. പിന്നെ നോക്കുമ്പോൾ താഴെപ്പടിയിൽ നോക്കിയാൽ ഒരു മെർച്ചന്റ്, ഒരു ചെട്ടിയാരമ്മയുണ്ട്. അവര് ഉണ്ടാകും. അവരുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മരത്തിലുള്ള ഈ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ആട്ടുകല്ലുണ്ട്, അമ്മിയുണ്ട്, പിന്നെ ചന്ദനവിശിയുണ്ട്, പുടമുണ്ട്, കപ്പ്, ഗ്ലാസ്, വിളക്ക് എല്ലാം ഉണ്ട്. അവര് മരം കൊണ്ടുള്ള സാധനങ്ങൾ, അവര് മെർച്ചൻസ് ആണ്. ഈ ബൊമ്മയും കാണും എപ്പോഴും. എല്ലാ നവരാത്രി ബൊമ്മയ്ക്കും ചെട്ടിയാരമ്മയും കാണും. ചില വീടുകളിലൊക്കെ ചെട്ടിയാരമ്മയും വലിയ സൈസിലുള്ളവരായിരിക്കും. അവരുടെ മുൻവശത്ത് അരി, പയറ്, ഇങ്ങനെ ധാന്യങ്ങളൊക്കെ വയ്ക്കും. അതാണ് വ്യാപാരം, അവരുടെ വ്യാപാരം. ഇവിടെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വ്യാപാരം അവർ ഈ വീട്ടിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ച് വ്യാപാരം ചെയ്യുന്നത്. അത് കാണും. പിന്നെ നോക്കിയാൽ പിന്നെ ഇവിടെ കൃഷ്ണ പരിവാര, കൃഷ്ണൻ പല രൂപത്തില് ഉള്ള പരിവാറാണ്. കൃഷ്ണൻ, ബലരാമൻ, രാധാകൃഷ്ണൻ. ഇത് രാധാകൃഷ്ണൻ ഊഞ്ഞാലാടുന്നത്. പിന്നെ ഇവിടെ യശോദമ്മയുണ്ട്. യശോദ, ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ ഉരലില് കെട്ടിയിടില്ലേ, അപ്പൊ ആ സീനാണ് അവിടെയുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ പിന്നെ മോഡേൺ ജനറേഷനില് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതൊരു കല്യാണ സെറ്റ്, പിന്നെ ഡാൻസ് സെറ്റ് കാണും. അങ്ങനെ പല സെറ്റുകളും ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പുതിയതാണ്. മുമ്പൊക്കെ ദൈവത്തിന്റെ ബൊമ്മകൾ മാത്രമാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ നിറയെ ഡാൻസേഴ്സ് കാണും, ക്രിക്കറ്റ് സീൻ കാണും. ഇങ്ങനെ പല വിധമായ മോഡേൺ തിങ്സ്. എല്ലാം കുട്ടികളും ഇതിൽ ഇൻവോൾവ് അല്ലേ. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇതിൽ വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് വീട്ടിൽ വെച്ച് ഈ 9 ദിവസം ദേവിയെ ആരാധിച്ച് കൊണ്ടാടുന്നതാണ്. അവര് വീട്ടിൽ കൊണ്ടാടുന്നതല്ലാണ്ട് ബാക്കിയുള്ളവരെയും ഫ്രണ്ട്സിനെ എല്ലാരെയും ക്ഷണിച്ച് വരുത്തി അവർക്ക് അവരെ സന്തോഷിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് സ്ത്രീകളെ, ഞാൻ പറഞ്ഞത് മാതിരി സ്ത്രീകൾ വരുമ്പോൾ, സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ വരുമ്പോൾ അവര് ദേവിമാരാണ്, ദേവിയുടെ രൂപമാണ് അവരെ സങ്കല്പിച്ച് അവരെ ഇരുത്തി താമ്പൂലം കൊടുക്കും. ഇതൊക്കെ വന്ന് കഴിക്കാൻ ആഹാരമൊക്കെ കൊടുക്കും. കഴിക്കാൻ നൈവേദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നൈവേദ്യം എന്നും ഉണ്ടാക്കും, 2 നേരവും ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവര് പോകുന്നതിന് മുമ്പ് അവരെ ഇരുത്തി താമ്പൂലം കൊടുക്കും. താമ്പൂലം എന്ന് പറഞ്ഞാന്ന് വെച്ചാല് മഞ്ഞൾ കുങ്കുമം അവരെ അണിയിക്കും. പിന്നെ അവർക്ക് ഒരു വെറ്റലയില് പാക്ക്, മഞ്ഞള്, കുങ്കുമം, പിന്നെ പൂവ്, പിന്നെ ഒരു പഴം കാണും, എന്തെങ്കിലും പഴം എന്താണ് അവൈലബിൾ അതനുസരിച്ച്. പിന്നെ അവർക്ക് എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങള്. ഇപ്പൊ പെൺകുട്ടികൾക്ക് അതുമാതിരി സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമുള്ള എന്തൊക്കെയാണ്, ഹാൻഡ് ബാഗ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് വളകൾ ഇഷ്ടമായിരിക്കും, പിന്നെ സാരി, ബ്ലൗസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ അവരെ എന്ത് ഇഷ്ടമായിരിക്കും പെൺകുട്ടികൾക്ക്, അത് ഒരു ടോക്കണായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കൊടുക്കും. അതാണ് ഇതൊക്കെ ഈ ബാഗിലിട്ട് ഈ താമ്പൂലം കൊടുക്കും. പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കും. ചിലര് കഴിക്കാൻ സമയമില്ലായിരിക്കും. അപ്പൊ അവര് എന്താ നൈവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതൊരു ബാഗിലാക്കി ഈ താമ്പൂലത്തിന്റെ കൂടെ തന്നെ അതിട്ട് അവർക്കങ്ങനെ കൊടുക്കും. എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കും. എന്നുവെച്ചാല് നമ്മള് ദേവിയല്ലേ, ദേവിയായിട്ടാണ്, ദേവിയുടെ രൂപമാണ് അവര്. അപ്പൊ അവരെ ബഹുമാനിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അവരെ തൃപ്തികരമായിട്ട് നമ്മള് വീട്ടിൽ വന്ന് നവരാത്രി കൊലു കണ്ടിട്ട് തൃപ്തിയോടെ പോണം.
വീട്ടിൽ നിന്ന് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ചിലത്, പുരുഷന്മാരും കുട്ടികളും ആൺകുട്ടികളൊക്കെ വന്നാൽ അവർക്കും ഇതുമാതിരി എന്താ പഴങ്ങൾ കൊടുക്കും. ഈ വെറ്റില കുങ്കുമം അതൊന്നും കൊടുക്കില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് വിടാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവർക്ക് പഴങ്ങൾ കൊടുക്കും. പിന്നെ കഴിക്കാനുള്ള, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇഷ്ടം, ക്യാൻഡീസ് അതൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ. പിന്നെ ചിലരുടെ വീട്ടിലൊക്കെ കുട്ടികൾക്കുള്ള അവർക്ക് ഉപകാരമുള്ള സാധനങ്ങൾ, പെൻസില്, പിന്നെ കളറിങ് പെൻസ്, ബുക്സ്, നോട്ട്ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ ഇവിടെ സരസ്വതി ദേവിയും ആരാധിക്കുന്നില്ലേ, അപ്പോൾ പൂജ വെപ്പ് അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കും. എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നാൽ ഉദ്ദേശം എന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ പോകുമ്പോൾ അവർ സന്തോഷമായിട്ട് പറഞ്ഞിരിക്കും. സന്തോഷത്തോടെ അവർ വരണം, നമ്മളെ കൊലു കാണാൻ വരണം. അതുമാതിരി തിരിച്ചു പോകുമ്പോഴും അതേമാതിരി സന്തോഷത്തോടെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതാണ് നവരാത്രി. അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു ഗ്ലിംസ് ആണ്. ഇത് ഇലാബറേറ്റ് ആയിട്ടുള്ള ഗുലുവൊന്നുമല്ല. പക്ഷെ ഓരോരുത്തരുടെ വീട്ടിലും ഞാൻ പറഞ്ഞതുമാതിരി പല തീംസിൽ വയ്ക്കും. എല്ലാവരും അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവരവരുടെ കളക്ഷൻസ് പലവിധമായ എന്തൊക്കെ ബൊമ്മയുണ്ടോ അവർ എന്തൊക്കെ വിധത്തിൽ അവർ പ്രദർശിപ്പിക്കണോ അങ്ങനെ വയ്ക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുമാതിരി മെയിനായിട്ട് നമ്മൾ ദേവിയാണ് ആരാധിക്കുന്നത്. ദേവി 3 രൂപത്തിലാണ് ഈ നവരാത്രി സമയത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്: ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി. അപ്പോൾ എല്ലാം ഒരു ശക്തി എന്നാണ് ഇവർ 3 പേരും. പിന്നെ ബാക്കി ഐഡൽസ് ഒക്കെ വെക്കും, ദശാവതാരം വെക്കും, പിന്നെ അഷ്ടലക്ഷ്മി വെക്കും. പിന്നെ ഞാൻ പറഞ്ഞമാതിരി ട്രഡീഷണലായിട്ട് ഒരു ഫാമിലിയിൽ നിന്ന് ഇന്നൊരു ഫാമിലിക്ക് ട്രാൻസ്ഫർ ആവുന്ന ഈ മരപ്പാച്ചിക ബൊമ്മ, മരങ്ങൾ അത് മസ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബൊമ്മയൊന്നും ഇല്ലെങ്കിലും നവരാത്രി സമയത്ത് ദേവിയെ ആരാധിക്കുന്നെങ്കിൽ ഒന്നും വേണ്ട, ഈ കലശം വെക്കണം. കലശം വെച്ച് ദേവിയെ അതിൽ ആവാഹിച്ച് പൂജ ചെയ്യണം, മന്ത്രം ചൊല്ലണം. ദേവിയുടെ മന്ത്രം ചൊല്ലി ദേവിയെ ആരാധിക്കണം ഈ 9 ദിവസവും. പിന്നെ 10ാമത്തെ ദിവസം പൂജയെടുപ്പ് എന്ന് പറയും. ഈ സരസ്വതി പൂജയൊക്കെ കഴിഞ്ഞ് പൂജയെടുപ്പ് എന്ന് പറയും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, പൂജയെടുപ്പിന്റെ തലേ ദിവസം ഈ ബൊമ്മകളൊക്കെ ഈ 9 ദിവസം നിൽക്കുകയല്ലേ പാവം. അപ്പൊ അതില് നമുക്ക് സ്ഥലമനുസരിച്ച് ആ പടികളിൽ എത്ര സ്ഥലമുണ്ടോ അതനുസരിച്ച് ചില ബൊമ്മകളൊക്കെ കിടത്തും. അത്ര ദിവസം അവർ നിന്നത് കൊണ്ട് അത് കിടത്തിയിട്ട് പിന്നെ അതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാനുള്ള ബാക്സസ് കൊണ്ടുവന്ന് എല്ലാം സ്റ്റോർ ചെയ്യും. ആ പൂജ എടുപ്പിൻ്റെ അന്ന്. പക്ഷെ ഈ 9 ദിവസവും ആളുകൾ വരും, ആളുകളെ ക്ഷണിക്കും, നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും, നവരാത്രി ഗോലു കാണാൻ. പിന്നെ അവർക്ക് താമ്പൂലം കൊടുക്കും. അതാണ് നവരാത്രിയുടെ പ്രാധാന്യം, ദേവി ആരാധന അതാണ്. അപ്പോൾ മന്ത്രങ്ങളൊക്കെ എന്നൊക്കെ മന്ത്രം വായിക്കുന്നു പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം ചൊല്ലും, ലളിതാംബ ശോഭനം ചൊല്ലും, ദേവി മഹാത്മ്യം, അതുമാതിരി സൗന്ദര്യലഹരി, പിന്നെ ദേവിയുടെ സ്തോത്രം എന്താണെങ്കിലും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. വീട്ടിലുള്ള ഗൃഹസ്ഥ മാത്രമല്ല, എല്ലാവരും വീട്ടിലുള്ള അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരും പ്രാർത്ഥിക്കും, ദേവിയെ പ്രാർത്ഥിക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടാൻ, അതുമാതിരി എല്ലാ എന്താ പറയണേ, ദേവി കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് ഈ 9 ദിവസം പ്രാർത്ഥിക്കുക. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇന്ന് നവരാത്രി 6ാം ദിവസമാണ്. ഇന്നും മഹാലക്ഷ്മിക്കാണ്. ഇന്ന് ദേവി മഹാലക്ഷ്മിയുടെ രൂപത്തിലാണ് ഇന്ന് ഇവിടെയുള്ളത്. പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മിയാണ്. ഇനി അടുത്തത് വരുന്നത് സരസ്വതി ദേവിയനാണ്. അന്നാണ് നമ്മൾ പൂജ വെപ്പ്, പിന്നെ ആയുധ പൂജ, പുസ്തകങ്ങളൊക്കെ വെച്ച് ചെയ്യില്ലേ, അതൊക്കെ അങ്ങ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയദശമി അന്ന്
പൂജ എന്താ പറയുക, പൂജയെടുപ്പ്, സരസ്വതി പൂജ എല്ലാം എഴുതില്ലേ, അക്ഷരങ്ങളൊക്കെ എഴുതും. പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചാൽ പിന്നെ വായിക്കാൻ പാടില്ല, ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും. കുട്ടിക്കാലത്ത് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ. പൂജയ്ക്ക് പുസ്തകമൊക്കെ വെച്ചാൽ പിന്നെ പുസ്തകം വായിക്കേണ്ട, ആരും പഠിക്കുമെന്ന് പറയില്ല, പിന്നെ ഹോംവർക്ക് ചെയ്യുമെന്ന് പറയില്ല. അങ്ങനെ ആ ഒരു ദിവസം, ആ ഒരു രാത്രി നല്ല ഒരു സന്തോഷകരമായ ഒരു രാത്രിയായിരിക്കും കുട്ടികൾക്കെല്ലാം. ആരും അവരെ ഹോംവർക്ക് ചെയ്യാൻ വഴക്കിലൊക്കെ. സർവമംഗല മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയരോപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിജ്ഞേ. ഹാപ്പി നവരാത്രി. ഹാപ്പി ദസറ.